ഹലോ ഓൾ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കേരള PSCയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ അല്ലെങ്കിൽ തെർമൽ എഞ്ചിനീയറിംഗിൻ്റെ റിവിഷൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം റിവിഷൻ സീരീസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. എല്ലാവരും നല്ലോണം പഠിക്കുക. ഇത് ജസ്റ്റ് റിവിഷനാണ്, ഓർത്തോളൂ. ഇത് നല്ല ഇൻഡെപ്തിൽ ഞാൻ പഠിപ്പിക്കുന്നില്ല, മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ടച്ച് ചെയ്ത് പോവുകയാണ്. അപ്പം എന്താണ് തെർമോഡൈനാമിക്സ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് തെർമോഡൈനാമിക്സ്? തെർമോസ് എന്ന് പറഞ്ഞാൽ തെർമോസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറും, ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ മോഷനും. അപ്പം മൂവ്മെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നുള്ളതാണ് തെർമോഡൈനാമിക്സ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥം. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, മാക്രോസ്കോപ്പിക്കും മൈക്രോസ്കോപ്പിക്കും. മൈക്രോസ്കോപ്പിക്കും. ഈ മാക്രോ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പം നമുക്ക് നേരെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്, നേരെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ് എക്യുപ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്നതാണ് മാക്രോ. അപ്പോൾ അതിനെ നമ്മൾ ക്ലാസിക്കൽ എന്നും പറയാറുണ്ട്. ക്ലാസിക്കൽ. അപ്പം രണ്ടാമത്തെ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ. കാൽക്കുലേഷനാണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ. അപ്പോൾ ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു ടോട്ടൽ ബിഹേവിയറും, സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ, അതായത് മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ ആണ് മൈക്രോസ്കോപ്പിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമുക്ക് വരുന്ന അടുത്ത കോൺസെപ്റ്റാണ് സിസ്റ്റം, ബൗണ്ടറി ആൻഡ് സറൗണ്ടിങ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻവലപ്പുള്ള നമ്മൾ ഒരു ക്ലോസ്ഡ് സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിനുള്ള ആ ക്ലോസിങ് അല്ലെങ്കിൽ ആ എൻവലപ്പിന് പറയുന്ന പേരാണ് ബൗണ്ടറി. ഇതിന് ഔട്ട്സൈഡായിട്ടുള്ള എല്ലാം, ആ ബൗണ്ടറിക്ക് പുറത്തുള്ള ഫുള്ള് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പറയുന്നു. സിസ്റ്റവും ബൗണ്ടറി, സറൗണ്ടിങ്സ്. അപ്പോൾ ഇതാണ് സിസ്റ്റം, ആ ഒരു കോൺസെപ്റ്റ്. സിസ്റ്റംസ് ഏതൊക്കെ തരമുണ്ട്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിസ്റ്റംസ് ആണ്. എന്തൊക്കെയാണ്? മെയിനായിട്ട് പറയുമ്പം ഓപ്പൺ, ക്ലോസ്ഡ്, പിന്നെന്താണ്? ഐസൊലേറ്റഡ്. ഇത് കൂടാതെ നമുക്ക് ഒരു 3 സിസ്റ്റങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഓപ്പൺ എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് ഫ്ലോയും ഉണ്ട്, എനർജി ഫ്ലോയും ഉണ്ട്. മാസ് ഫ്ലോയും ഉണ്ട്, എനർജി ഫ്ലോയും ഉണ്ട്. ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് ഫ്ലോ ഇല്ല, എന്നാൽ എനർജി ഫ്ലോ ഉണ്ട്. ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ മാസ് ഫ്ലോയും ഇല്ല, എനർജി ഫ്ലോയും ഇല്ല. ഓക്കെ, ഇതാണ് ഈ 3 സിസ്റ്റം. ഈ 3 സിസ്റ്റം കൂടാതെ നമുക്കൊരു 3 സിസ്റ്റങ്ങളുണ്ട്. അത് നമുക്ക് അഡയബാറ്റിക് സിസ്റ്റം എന്നും, അത് ഇതുമായിട്ടൊക്കെ തന്നെ ബന്ധമുള്ളതാണ്. അഡയബാറ്റിക് സിസ്റ്റം. അഡയബാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട്, എന്താ? ഹീറ്റ് പോകാത്ത, നോ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് അഡയബാറ്റിക് സിസ്റ്റം. പിന്നെ വരുന്നതാണ് ഹെറ്ററോജീനിയസ് സിസ്റ്റം. ഹെറ്ററോജീനിയസും ഹോമോജീനിയസും. ഓക്കെ, ഹോമോജീനിയസ്. ഹെറ്ററോജീനിയസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫേസിൽ കൂടുതൽ, മോർ ദാൻ 1 ഫേസ്, അതാണ് ഹെറ്ററോ. ഹോമോ എന്ന് പറയുമ്പോൾ ഒൺലി 1 ഫേസ്. മനസ്സിലായല്ലോ? ഫേസ് എന്ന് പറയുമ്പോൾ അറിയാലോ എന്താണ്? മോർ ദാൻ 1 ഫേസ്, ഒൺലി 1 ഫേസ്. ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതാണ് ഹോമോജീനിയസ് സിസ്റ്റവും ഹെറ്ററോജീനിയസ്. ഹോമോ എന്ന് പറയുമ്പോൾ അറിയാലോ, ഹോമോ എന്ന് പറയുമ്പോൾ ഒൺലി 1 ഫേസ്, സെയിം. അങ്ങനെ ഹോമോ എന്നുള്ള വാക്ക് നിർത്തുന്നത് സെയിം, അല്ലെങ്കിൽ ഒറ്റ ഫേസ്. ഹെറ്ററോ എന്ന് പറയുമ്പോൾ എന്താ? വ്യത്യാസം, വ്യത്യസ്തമായ എന്നുള്ളതാണ്. അപ്പോൾ മോർ ദാൻ 1 ഫേസ് ആണ് ഹെറ്ററോജീനിയസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിസ്റ്റംസ്. അടുത്ത വരുന്നതാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്. എക്സ്റ്റെൻസീവ് എന്ന് പറയുമ്പോൾ അപ്പം ഡിപ്പെൻഡൻ്റ് ഓൺ മാസ്. ഇൻറ്റൻസീവ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്, ഡിപ്പെൻഡൻറ്റ്. മനസ്സിലായല്ലോ? ആ ഒരു ഫ്ലോയിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാം. അങ്ങനെ അപ്പോൾ ഇൻറ്റൻസീവ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് എന്ന് പഠിക്കുക. നമുക്ക് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? മാസുമായിട്ട് ബന്ധമൊന്നുമില്ലാത്തത് പ്രോപ്പർട്ടീസ്. എല്ലാ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം അതിനകത്ത് ഡെൻസിറ്റി, പ്രഷർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. ഡിപ്പെൻഡൻറ്റ് ഓഫ് മാസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? വോളിയം. ഡിപ്പെൻഡൻറ്റ് ഓഫ് മാസ് വരുമല്ലോ, മാസ് അല്ലെങ്കിൽ വെയിറ്റ്, എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം
അതായത് മാസുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ, മാസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെല്ലാം എന്തൽപി, എൻട്രോപ്പി, എനർജീസ്, ഏത് എനർജി ചോദിച്ചാലും കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, എന്ത് എനർജി ആയാലും. അപ്പോൾ എനർജീസ് എല്ലാം വരുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അടുത്ത കോൺസെപ്റ്റാണ് ഇക്വിലിബ്രിയം. എന്താണ് ഇക്വിലിബ്രിയം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. 3 ഇക്വിലിബ്രിയംസിൻ്റെ കൂട്ടിൽ സമ്മാണ് അല്ലേ. ഏതൊക്കെയാണ്? കെമിക്കൽ ഇക്വിലിബ്രിയം പ്ലസ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം പ്ലസ് തെർമൽ ഇക്വിലിബ്രിയം. ഓക്കെ, അതാണ് എന്ത്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയം പ്ലസ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം പ്ലസ് തെർമൽ ഇക്വിലിബ്രിയം. ഓക്കെ, ഇതാണ് ഇക്വിലിബ്രിയം എന്നുള്ള കോൺസെപ്റ്റ്. പിന്നെ വന്നിട്ട് നമുക്ക് അടുത്ത് വരുന്നത് ഹീറ്റ് ആൻഡ് വർക്ക്. എന്താണ് ഹീറ്റ്? ഹീറ്റും വർക്കും എന്താണ്? ഹീറ്റും വർക്കും രണ്ടും എനർജിയാണ്. ഓക്കെ, രണ്ടും എനർജി എന്ന് പറയുമ്പോൾ രണ്ടും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ് അല്ലേ. അല്ലേ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ആണോ? അല്ലല്ലോ. എനർജി എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് അല്ല. അപ്പം രണ്ടും എക്സ്റ്റെൻസീവ് ആണ്, രണ്ടും എനർജിയാണ് അല്ലേ. ഹീറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ടൈപ്പ് എനർജിയാണ്? നമുക്കൊരു വർക്കിനെ ഫുള്ളായിട്ട് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഹീറ്റിനെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഹീറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ടൈപ്പ് എനർജി ആയിരിക്കും? ഹീറ്റ് എന്ന് പറയുമ്പോൾ ലോ ഗ്രേഡ് എനർജിയാണ്. നമുക്ക് ഹീറ്റ് ഈസ് എ ലോ ഗ്രേഡ് എനർജി. അപ്പം വർക്കോ? ഒബ്വിയസ്ലി വർക്ക് എന്ന് പറയുമ്പം ഹൈ ഗ്രേഡ് എനർജി അല്ലേ. വർക്ക് എന്ന് പറയുമ്പം ഹൈ ഗ്രേഡ്. അപ്പം ഹൈ ഗ്രേഡ് എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലോ ഗ്രേഡ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ തിരിച്ച് 100% പറ്റത്തില്ല. നമുക്കൊരു ചെറിയ ലോസ് ഉണ്ടാവും. ഇനി നമുക്ക് ഒരു എന്താ പറയുക, ഒരു സൈൻ കൺവെൻഷൻ ഉണ്ട്. ഹീറ്റ് ഇൻ ടു ദ സിസ്റ്റവും ഫ്രം ദ സിസ്റ്റവും. ഹീറ്റ് വർക്ക്, അതേപോലെ വർക്കും ഇൻ ടു ദ സിസ്റ്റവും ഫ്രം ദ സിസ്റ്റവും. ഇനി ഹീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എനർജിയാണ്. എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർത്തോളാം, ബൂസ്റ്റ് കുടിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ബൂസ്റ്റ് ഇത് സീക്രട്ട് ഓഫ് മൈ എനർജി. അപ്പോൾ ഹീറ്റ് എന്ന് പറയുമ്പോൾ എനർജിയാണ്. എനർജി നമുക്ക് അകത്തോട്ട് കിട്ടുമ്പോൾ എന്താണ്? നമുക്ക് പോസിറ്റീവ് എനർജിയാണ് അല്ലേ. ബൂസ്റ്റ് കുടിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവാണ്. അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുമ്പോൾ അപ്പം നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഹീറ്റ് അകത്തോട്ട് വരുമ്പോൾ ഹീറ്റ് ഇൻ ടു ദ ബോഡി ഈസ് പോസിറ്റീവ് ആൻഡ് ഹീറ്റ് ഫ്രം ദ ബോഡി ഈസ് നെഗറ്റീവ്. വർക്ക് എന്ന് പറയുമ്പോൾ എന്താ? അടി കിട്ടുക. നമുക്കൊരു അടി കിട്ടുന്നതാണ് വർക്ക് അല്ലേ. നമ്മളൊരു അടി കൊടുക്കുന്നതാണ് വർക്ക്. നമുക്കൊരു അടി കിട്ടുമ്പം എന്താണ്? നമുക്ക് ഭയങ്കര നെഗറ്റീവ് ആയി പോകും അല്ലേ. നമുക്കൊരു അടി കിട്ടുമ്പോൾ നമ്മൾ നെഗറ്റീവ്. അപ്പോൾ വർക്ക് ഇൻ ടു ദ സിസ്റ്റം ഈസ് നെഗറ്റീവ് ആൻഡ് വർക്ക് ഫ്രം ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്. അങ്ങനെ ഓർത്തിരിക്കുക. ഇതൊരു നല്ലൊരു കൺവെൻഷനാണ്. ഓക്കെ, അടുത്ത കോൺസെപ്റ്റാണ് സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റും അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് എന്താണ്? റെയ്നോൾഡ്സ് ലോ അല്ലെങ്കിൽ ഗേ-ലുസാക്സ് ലോ. ഓക്കെ, അപ്പം സ്പെസിഫിക് ഹീറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? CPയും CVയും ആണ് അല്ലേ. സ്പെസിഫിക് ഹീറ്റിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് എന്തോ? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഹീറ്റ് റിക്വയർഡ് പെർ യൂണിറ്റ് മാസ് പെർ ഡിഗ്രി സെൽസ് അല്ലേ. അതായത് CP CVയുടെ ഇക്വേഷൻ നോക്കുക. CP CV എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ്? 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്നാണ്. അപ്പം ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് 1 ഡിഗ്രി ഫോർ പെർ കിലോഗ്രാം മാസ് അല്ലേ, ഫോർ 1 കിലോഗ്രാം. അപ്പം ഹീറ്റ് റിക്വയർഡ് ടു റൈസ് 1 ഡിഗ്രി ഫോർ 1 കിലോഗ്രാം. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറും അതാണ് CP, അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം CV. ഇത് ഏതിൻ്റെ വാല്യൂവാ? ഇത് എയറിൻ്റെ അല്ലേ. എയറിൻ്റെ CP ആണിത്. എയറിൻ്റെ CP ആണിത്. അപ്പോൾ CVയുടെ വാല്യൂ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് അല്ലേ. 0.070 അല്ലേ. അല്ലല്ലോ, 0.707 അല്ലേ. ആ, 0.707 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇത് നമ്മൾ വാട്ടറിൻ്റെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. വാട്ടറിൻ്റെത് പഠിക്കണം. അത് പോട്ടെ, സാരമില്ല. അപ്പോൾ നമുക്ക് CP/CV എന്താണ്? നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. CP/CV ഈസ് ഗാമ അല്ലേ. CP/CV ഈസ് ഗാമ. അതാണ് നമ്മൾ 1.4 എന്ന് നമുക്ക്, അതായത് ഈ രണ്ട് വാല്യൂകൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1.4 എന്ന് കിട്ടുന്നത്. അത് എയറിൻ്റെ ആണ് അല്ലേ. എയറിൻ്റെ അത് CP/CV ഗാമയാണ്. അപ്പം നമുക്കൊരു എന്താ പറയുക, റെയ്നോൾഡ്സ് ലോ അല്ലേ. റെയ്നോൾഡ്സ് ലോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. CPയും CVയും. ഓക്കെ, CPയും CVയും എന്ന് പറയുമ്പം എന്താണ്? ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് എ
കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നാണ്. നമ്മളൊരു പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പം സി പിയും സി വിയും ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദിസ് പ്രഷർ, അതായത് പ്രഷർ വേരിയേഷൻ വരുന്നില്ല എങ്കിൽ, ഓർത്തോണം, പ്രഷർ വേരിയേഷൻ വരുന്നില്ല എങ്കിൽ സി പിയും സി വിയും എപ്പോഴും ഒരേ വാല്യൂ ആണ്, എന്ത് പ്രഷർ ആയാലും എന്ത് ടെമ്പറേച്ചർ ആയാലും. അതുകൊണ്ടാണ് നമ്മൾ സി പി സി വി എന്ന് പറഞ്ഞിട്ട് ഈ കോൺസ്റ്റൻറ്റ് വാല്യൂസ് എഴുതുന്നത്. അറ്റ് ഓർത്തോളം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇതാണ് റെനോൾഡ്സ് ലോ. ഇതിൽ നിന്നാണ് ഗേ-ലൂസാക്സ് ലോ വന്നത്. ഗേ-ലൂസാക്സ് ലോ എന്ന് പറയുമ്പം ഗേ-ലൂസാക്സ് ലോ എന്ന് പറയുമ്പോൾ ഗവി അത് ഞാൻ പഠിപ്പിച്ചുതരാം. ഗവി എന്ന് പറയുമ്പോൾ എന്താ, വി കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ പി ഈസ് ഇക്വൾ ടു ടി. അപ്പോൾ P1/T1 ഈസ് ഇക്വൾ ടു P2/T2. അതാണ് ഗേ-ലൂസാക്സ് ലോ. അത് ഇതിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് പഠിക്കാം, അത് വിട്ടുതരാം. അപ്പോൾ ഇതാണ് സ്പെസിഫിക് ഹീറ്റിൻ്റെ കുറച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി പെർഫെക്റ്റ് ഗ്യാസ്. എന്താണ് പെർഫെക്റ്റ് ഗ്യാസ്? നമ്മളിപ്പോൾ ഇതിപ്പോൾ പഠിച്ച കോണ്ടെക്സ്റ്റിൽ തന്നെ നമുക്ക് പറയാം. എന്താണ്, നമ്മൾ സി പിയും സി വിയും പഠിച്ചു. ഈ സി പി സി വി ഓക്കെ നോട്ട് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ഓർത്തോളാം, പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, എ ഗ്യാസ് ഇൻ വിച്ച് എന്താണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് വോളിയം ആർ നോട്ട് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് സി പിയും സി വിയും മാറുന്നില്ലെങ്കിൽ ആ ഗ്യാസിനെ നമ്മൾ പറയുന്ന പേരാണ് പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ഗ്യാസിനെയും പെർഫെക്റ്റ് ഗ്യാസ് എന്നാണ് പറയുന്നത്. ഐഡിയൽ ഗ്യാസ്, എല്ലാ ഐഡിയൽ ഗ്യാസും അല്ലേ, എല്ലാ ഐഡിയൽ ഗ്യാസും പെർഫെക്റ്റ് ഗ്യാസ് ആണ്. എല്ലാ പെർഫെക്റ്റ് ഗ്യാസും ഐഡിയൽ ഗ്യാസ് ആവണമെന്നില്ല, തിരിച്ചാലും ഓക്കെ. അപ്പോൾ എന്തായാലും ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നതും, അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ ഫോളോ ആണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, എനർജി ആൻഡ് എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അപ്പോൾ പെർഫെക്റ്റ് ഗ്യാസിൻ്റെ കൂടെ നമുക്ക് ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ കൂടെ അങ്ങ് പഠിക്കാം. ഐഡിയൽ ഗ്യാസ് ഇതിനകത്തല്ല, കഴിഞ്ഞ ഐഡിയലാണ്. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പി വി ഈസ് ഈക്വൾ ടു എൻ ആർ ടി അല്ലേ, പി വി ഈസ് ഈക്വൾ ടു എൻ ആർ ടി എന്നുള്ളതായിരുന്നു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതിനകത്ത് ആക്ച്വലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും യൂണിറ്റുകൾ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. പി അറിയാം, പ്രഷർ, വി വോളിയം, എൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് മോൾസ് അല്ലേ, നമ്പർ ഓഫ് മോൾസ് ആണ് എൻ. ആർ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. എൻ ആർ ടിയിലെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ 8.314 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഓർത്തോളുക, 8.314 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഒരു പ്രാവശ്യം പി എസ് സി തന്നെ ഇതിൻ്റെ ഈ സെയിം വാല്യൂ, കാരണം എല്ലാവരും ഈ വാല്യൂ പഠിച്ചുകൊണ്ട് വന്നത്, ഇത് സെയിം വാല്യൂ കൊടുത്തിട്ട് യൂണിറ്റ് മാത്രം മാറ്റി 4 ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് യൂണിറ്റുകൾ പഠിച്ചിരിക്കുക. ടി എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഈസ് ഇൻ കെൽവിൻ അല്ലേ, നമ്പർ ഓഫ് മോൾസ്, ആർ ഈസ് ഇൻ 8.314 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ പി വി ഈസ് ഈക്വൾ ടു എൻ ആർ ടി. ഓക്കെ, പ്രഷർ ഇൻ കിലോ പാസ്കൽസ് അല്ലെങ്കിൽ പാസ്കൽസ്, വി ഈസ് ഇൻ മീറ്റർ ക്യൂബ് അല്ലേ, വോളിയം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ പി വി ഈസ് ഈക്വൾ ടു എൻ ആർ ടി എന്നുള്ളതാണ് ഇക്വേഷൻ. ഞാൻ ഈ സ്മോളും ക്യാപിറ്റൽ എഴുതുന്നത് അത് ശ്രദ്ധിക്കണം. പ്രഷർ ഇതാണ് ക്യാപിറ്റൽ, ഞാൻ തിരിച്ചേ എഴുതത്തുള്ളൂ. പ്രഷർ എപ്പോഴും സ്മോൾ പിയും വോളിയം എപ്പോഴും ക്യാപിറ്റൽ വിയും ആണ്. അപ്പോൾ പി വി ഈസ് ഈക്വൾ ടു എൻ ആർ ടി. അതുപോലെ തന്നെ എന്താ വേറൊരു ഇക്വേഷൻ ഉണ്ട്, പി വി ഈസ് ഈക്വൾ ടു എം ആർ ടി എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. എം ആർ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഈ ആർ എന്ന് പറയുമ്പം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് അല്ല, പകരം എന്താണ്, മോളിക്കുലാർ വെയിറ്റ് ആണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ ഈ ആർ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ് ആണ്, കാരണം ഇത് മോളിക്കുലാർ വെയിറ്റ് ആണ് എം. അത് നമ്മൾ ഓർക്കേണ്ട, ഇത് മാത്രം പഠിച്ചിരുന്നാൽ മതി. ഓക്കെ, ഇത് മാത്രം പഠിച്ചിരിക്കുക, ഇത് നമുക്കതിൽ നിന്ന് കിട്ടാവുന്നതേ ഉള്ളൂ, അത് കാര്യമാക്കണ്ട. ഇത്രയാണ്, ഇതിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളൊന്നും അതില്ല. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റാണ് എന്താണ് ഇൻറ്റേർണൽ എനർജി ആൻഡ് എൻതാൽപ്പി എന്നുള്ള കോൺസെപ്റ്റ്. ഇൻറ്റേർണൽ എനർജി എൻതാൽപ്പി അറിയാമായിരിക്കുമല്ലോ അല്ലേ എല്ലാവർക്കും. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ യു ആണ് അല്ലേ. യു എന്ന് പറയുമ്പം എന്താണ്, ഒരു പ്രോപ്പർട്ടിയാണ്, പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം ആണ്. അപ്പോൾ എന്താണ്, അതൊരു പാത്ത് ഫംഗ്ഷനാണ് അല്ലേ, പാത്ത് ഫംഗ്ഷനാണ്. അപ്പോൾ പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ്, ഡിപ്പെൻഡ്സ് ഓൺ പാത്ത്. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഒരു ബോഡി നമ്മളൊരു ഹീറ്റ് കൊടുക്കുമ്പോൾ, ഒരു ബോഡിക്കകത്ത് നമ്മളൊരു ഹീറ്റ് കൊടുക്കുമ്പോൾ ആ ബോഡിക്കകത്തിൽ എന്താണ്, ഒരു ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവും. ഈ ടെമ്പറേച്ചർ റൈസിനുള്ള കാരണം, ഈ ടെമ്പറേച്ചർ റൈസ് കൊണ്ടുണ്ടാകുന്ന ഒരു അകത്തുണ്ടാകുന്ന ഒരു എനർജി ചേഞ്ച്, അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. ഒരു വർക്ക് ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു അല്ലേ, ഏത് ഫസ്റ്റ് ലോ ആണ്. അപ്പോൾ അതിനകത്ത് അതോർത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക്, അല്ലെങ്കിൽ വർക്കൊന്നും ചെയ്യുന്നില്ല ഒരു ബോഡിക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത്
ഇൻ്റേണൽ എനർജി ഇൻക്രീസിങ് മാത്രമേ സംഭവിക്കാറുള്ളൂ. ഓക്കെ, അടുത്ത വരുന്നതാണ് എൻതാൽപ്പി എന്നുള്ള കോൺസെപ്റ്റ്. എൻതാൽപ്പി എന്ന് പറയുമ്പോൾ എന്താണ്? എൻതാൽപ്പി നമ്മൾ എച്ച് എന്നാണ് പറയുന്നത്. എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്നാണ് അല്ലേ? ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ വേറൊരു ഫോമാണ് ആക്ച്വലി എൻതാൽപ്പി. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എൻതാൽപ്പി നമുക്ക് ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം. അപ്പം എന്താണ് ഒരു ഹീറ്റ് ട്രാൻസ്ഫേർഡ്, ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഹീറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓർത്തോളുക, ഹീറ്റ് ഇങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഈ ഡെഫിനേഷൻ പറയാൻ കയറുന്നില്ല, കാരണം ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്താണെന്ന് ചോദിച്ചിട്ട് എൻതാൽപ്പി, എൻട്രോപ്പി, ഇൻ്റേണൽ എനർജി, ഇങ്ങനെ ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള PSC തന്നെയാണ്. അത് ഏത് പരീക്ഷയാണെന്ന് എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പരീക്ഷ ഏതെന്ന് ചോദിക്കരുത്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് നത്തിങ് ബട്ട് എൻതാൽപ്പി. ഓർത്തോളാം കേട്ടോ. എൻതാൽപ്പി എന്നാണ് യു പ്ലസ് പി വി എന്നാണ് ഇക്വേഷൻ. ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം എന്നാണ് വേറൊരു ഡെഫിനേഷൻ. ടോട്ടൽ എനർജിയാണ് എൻതാൽപ്പി. അപ്പോൾ ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.